ഒരു 13 വയസ്സുകാരിയായ മോളെടുത്ത് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ചോദിച്ചു, കല്യാണമൊക്കെ കഴിക്കേണ്ട തമാശലിൻ്റെ ഇടയിൽ പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ കല്യാണത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ആൾ ഓൺ ദ സ്പോട്ടിൽ എൻ്റെ അടുത്ത് പറഞ്ഞൊരു മറുപടി അതിന് കല്യാണം കഴിച്ചാലല്ലേ എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്തേ അങ്ങനെ പറയുന്നത്, കല്യാണമൊക്കെ കഴിക്കണ്ടേ എന്നുള്ളത് തമാശയിൽ ചോദിച്ചു. അപ്പോൾ പറയുന്നത്, വീട്ടിൽ ഉമ്മ എന്നും പറയുന്ന ഒരു കാര്യമാണ്, ഞാനോ ഇങ്ങനെ പെട്ടുപോയി, നീയെങ്കിലും രക്ഷപ്പെടണം. അപ്പോൾ വീട്ടിൽ എന്തെങ്കിലും വാക്ക് തർക്കങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇതൊക്കെ അവർ ചെറുപ്പം മുതലേ കണ്ടുവെക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആകാം എന്നുള്ള ഒരു പേടി സ്വപ്നമാണ് അവർക്കൊരു ടീനേജേഴ്സൊക്കെ ആകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്നും കിട്ടുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ഇതിനോട് എതിര് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ കോച്ചിങ്ങിനും മെൻറ്ററിങ്ങിനൊക്കെ വരുന്ന ആളുകളെടുത്ത് ഞാൻ ആദ്യം ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആസ് എ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ കിടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം കോച്ചിങ്ങും കാര്യങ്ങളും കൊടുക്കേണ്ടത്, കൗൺസിലിംഗ് ഒക്കെ കൊടുക്കേണ്ടത് മക്കളെക്കാളും പാരൻസിനാണ് എന്നുള്ളതാണ്. പാരൻസ് ആണ് ഇവിടെ റൂട്ട് കോസ്, പ്രശ്നത്തിൻ്റെ റൂട്ട് കോസ് എന്നുള്ളതാണ്.